ചെമ്പോത്ത് അഥവാ ഉപ്പൻ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഈ അത്ഭുത പക്ഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വളരെ വിഷമുള്ള പഴങ്ങൾ ഉൾപ്പെടെ ഭക്ഷണമാക്കുന്നവരാണ് ചെമ്പോത്ത്. ഉദാഹരണത്തിന് നമ്മുടെ മഞ്ഞ അരളി പോലുള്ള പഴങ്ങൾ പല ജീവിവർഗ്ഗങ്ങൾക്കും വളരെ അപകടകരമായ മഞ്ഞ അരളി നമ്മുടെ ചെമ്പോത്ത് ഭക്ഷണമാക്കാറുണ്ട്. വളരെ വലിപ്പമുള്ള പാമ്പുകളെ പോലും ഇവ കീഴ്പ്പെടുത്തുകയും കൊന്നൊടുക്കാറുമുണ്ട്. പലതരത്തിലുള്ള കീടങ്ങളാണ് ഇവയുടെ ഭക്ഷണമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമെങ്കിലും ഉള്ള പാമ്പുകളെയും പല്ലികൾ അതുപോലെയുള്ള എലികൾ അങ്ങനെ പലതരത്തിലുള്ള ജീവിവർഗ്ഗങ്ങളെ ഇവ ആഹാരമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെമ്പോത്ത് പലപ്പോഴും കർഷകർക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ് കാണുന്നത്. രാവിലെ സമയങ്ങളിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ചെമ്പോത്തുകൾ ചിറകുകൾ വിടർത്തി വെയിൽ കായുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രവൃത്തി ശരീരത്തിലുണ്ടാകുന്ന പാരാസൈറ്റുകൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വെയിൽ കായുന്നത്. ചെമ്പോത്തിൻ്റെ ഹൂപ്പ് ഹൂപ്പ് എന്ന ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് തല താഴ്ത്തി കാണപ്പെടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഇവയുടെ ശബ്ദം നിലത്ത് തട്ടി വളരെ ദൂരത്തേക്ക് പ്രതിഫലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. കുയിൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വലിയ പക്ഷിയിനമാണ് നമ്മുടെ ഈ ഉപ്പൻ അഥവാ ചെമ്പോത്ത്. എന്നാൽ കുയിൽ വർഗ്ഗങ്ങളെ പോലെ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുകയോ അത്തരത്തിലൊരു പരാത ജീവിയായിട്ട് കാണപ്പെടാറില്ല. ഇവ സ്വന്തമായി തന്നെ കൂട് നിർമ്മിക്കുകയും അതിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്ന പക്ഷികളാണ്. വളരെ രഹസ്യ സ്വഭാവമുള്ള പക്ഷിയാണ് ചെമ്പോത്ത്. വളരെ തപ്പിത്തടഞ്ഞ് നടക്കുന്നതും ചെറിയ ചില്ലകളിലൊക്കെ ചാടി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് അവയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മറ്റു പക്ഷികളെ പോലെ നിരീക്ഷിക്കുന്ന പോലെ നമുക്ക് ചെമ്പോത്തിനെ നിരീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. വളരെ ദുരൂഹതയാണ് ഇവയുടെ എല്ലാ പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഓരോ പ്രവൃത്തികളും എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. മനുഷ്യനുമായിട്ട് അധികം അടുപ്പം കാണിക്കാത്ത ഇവ നാണം കുണികളാണ്. അപ്പോൾ പരമാവധി മരച്ചില്ലകളിലും ചില്ലകൾക്കിടയിലെല്ലാം ഒളിഞ്ഞ് കാണപ്പെടാറുണ്ട്. ആർക്കും കാണാത്ത രീതിയിൽ കൂട് നിർമ്മിക്കാനും കഴിവുള്ളവരാണ്. ഇവിടെ കൂടുകൾ സാധാരണഗതിയിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പുരാതന കാലം തൊട്ട് തന്നെ ചെമ്പോത്തുകൾ കൂടുകളെക്കുറിച്ചും അവയുടെ ജീവിത രീതികളെക്കുറിച്ചുമെല്ലാം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മിത്തുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ പോലും ചെമ്പോത്തുകളുടെ ഇത്തരം പ്രവൃത്തികളും അല്ലെങ്കിൽ അവയുടെ കൂടിനെ സംബന്ധിച്ചും എല്ലാം മിഥ്യാധാരണകളുണ്ട്. ചെമ്പോത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വളരെ ഒരു ശുഭസൂചനയായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതുകൂടാതെ ചെമ്പോത്തിൻ്റെ കൂടുകളിൽ അത്ഭുത സസ്യമായിട്ടുള്ള നീലക്കുടിവേലിയുണ്ടെന്നും പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സസ്യമാണെന്ന് വരെ പലതരത്തിലുള്ള കഥകളുണ്ട്. മറ്റു പക്ഷികളെക്കാൾ വിഭിന്നമായിട്ട് പെൺപക്ഷികളാണ് ചെമ്പോത്തുകളിൽ ഭാരമുള്ളതും വലിപ്പമുള്ളതുമായിട്ട് കാണാൻ കഴിയുന്നത്. ചെമ്പോത്തുകളുടെ ശബ്ദം തന്നെ കേൾക്കുന്നത് മഴ വരാനുള്ള ഒരു ശുഭസൂചനയായിട്ടാണ് പല ഗ്രാമപ്രദേശങ്ങളിലും കണ്ടിരുന്നത്.